കുട്ടികളും മീനും. നിഗൂഢമായ കുളം. ഒരു ചെറിയ ഗ്രാമത്തിന്റെ അരികിലായി വലിയ പച്ചമരങ്ങളും വർണ്ണാഭമായ പൂക്കളും നിറഞ്ഞ ഒരു കുളമുണ്ടായിരുന്നു. എല്ലാ വൈകുന്നേരവും ആരവ്, മിയ, രവി, ലീല എന്നീ 4 കൂട്ടുകാർ സ്കൂള് വിട്ട ശേഷം അവിടെ കളിക്കാൻ വരുമായിരുന്നു. അവർ കല്ലുകൾ വെള്ളത്തിലിട്ട് തറുപ്പിക്കാനും കടലാസ വഞ്ചികൾ ഓടിക്കാനും വെള്ളത്തിന്റെ ഉപരിതലത്തിനടുത്ത് നീന്തുന്ന കൊച്ചു മീനുകളെ കാണാനും ഇഷ്ടപ്പെട്ടു. കുളം എപ്പോഴും ശാന്തമായിരുന്നു. സ്വർണ്ണ സൂര്യന് കീഴിൽ ഒരു കണ്ണാടി പോലെ തിളങ്ങി. ഒരു ദിവസം മിയ കല്ലുകൾ എറിയുന്നതിനിടയിൽ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, "നോക്കൂ, ഒരു തിളങ്ങുന്ന സ്വർണ്ണ മീൻ." ശരിയാണ്, തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ഒരു ചെറിയ സ്വർണ്ണ മീൻ തീരത്തോട് ചേർന്ന് നീന്തുന്നുണ്ടായിരുന്നു. അതവരെ കൗതുകത്തോട് നോക്കുന്നതായി തോന്നി. ഇത്രയും മനോഹരമായ ഒരു മീനിനെ കുട്ടികൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. സംസാരിക്കുന്ന മീൻ. അടുത്ത ദിവസം അവർ മീനിന് തീറ്റ കൊടുക്കാൻ ബ്രെഡ് കഷ്ണങ്ങൾ കൊണ്ടുവന്നു. അവർ വെള്ളത്തിലേക്ക് കഷ്ണങ്ങൾ ഇട്ടപ്പോൾ അത്ഭുതകരമായ ഒരു സംഭവമുണ്ടായി. സ്വർണ്ണ മീൻ തല പുറത്തേക്കെടുത്ത് സംസാരിച്ചു. "നന്ദി കുട്ടികളെ," അത് ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു. "എൻ്റെ പേര് ഫിന്നി എന്നാണ്. ഞാൻ ഒരുപാട് കാലമായി ഒറ്റയ്ക്കായിരുന്നു." കുട്ടികൾ അമ്പരന്നുപോയി. "നിനക്ക് സംസാരിക്കാൻ കഴിയുമോ?" രവി ആശ്ചര്യപ്പെട്ടു. ഫിന്നി തലയാട്ടി. "അതെ, പക്ഷെ നല്ല മനസ്സുള്ളവരോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയൂ. നിങ്ങൾ എന്നോട് ദയ കാണിച്ചു, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിശ്വസിക്കാം." അന്നു മുതൽ കുട്ടികളും ഫിന്നിയും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. അവരെല്ലാ ദിവസവും വൈകുന്നേരം കണ്ടുമുട്ടി. കടലിനടിയിലെ ലോകത്തെക്കുറിച്ചുള്ള കഥകൾ ഫിന്നി അവരോട് പറഞ്ഞു. പവിഴ കൊട്ടാരങ്ങളെക്കുറിച്ചും നൃത്തം ചെയ്യുന്ന കടൽ ചെടികളെക്കുറിച്ചും രാത്രിയിൽ പാടുന്ന ഡോൾഫിനുകളെക്കുറിച്ചും. കുളത്തിലെ പ്രശ്നം. ഒരു ദിവസം രാവിലെ കുട്ടികൾ കുളത്തിനരികിലേക്ക് ഓടിച്ചെന്നപ്പോൾ വെള്ളം വൃത്തിഹീനവും മങ്ങിയതുമായി കണ്ടു. പ്ലാസ്റ്റിക് കുപ്പികളും റാപ്പറുകളും എല്ലായിടത്തും ഒഴുകി നടക്കുന്നിരുന്നു. ഫിന്നിയെ ഒരിടത്തും കണ്ടില്ലായിരുന്നു. ലീല വിളിച്ചു ചോദിച്ചു, "ഫിന്നി, നീ എവിടെയാണ്?" കുറച്ചു കഴിഞ്ഞപ്പോൾ ഫിന്നിയുടെ ദുർബലമായ ശബ്ദം മറുപടി പറഞ്ഞു, "ഞാൻ ഇവിടെയുണ്ട്, പക്ഷെ എനിക്ക് ശരിയായി ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. വെള്ളം മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്." കുട്ടികൾ ഞെട്ടിപ്പോവുകയും വിഷമിക്കുകയും ചെയ്തു. "ഇതാരാണ് ചെയ്തത്?" ആരവ് ചോദിച്ചു. അപ്പോഴാണ് ചില നാട്ടുകാർ കുളത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അവർ കണ്ടത്. എന്തെങ്കിലും ചെയ്യണമെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. വലിയ ശുദ്ധീകരണം. അടുത്ത ദിവസം 4 കൂട്ടുകാരും കയ്യുറകളും വലകളും ബക്കറ്റുകളുമായി തിരികെ വന്നു. അവർ കുളം വൃത്തിയാക്കാൻ തുടങ്ങി. കുപ്പികൾ പെറുക്കിയെടുത്തു, റാപ്പറുകൾ ശേഖരിച്ചു, കൂടാതെ ഒരു ബോർഡും സ്ഥാപിച്ചു. "നമ്മുടെ കുളം ശുചിയായി സൂക്ഷിക്കുക, മീനിനെ രക്ഷിക്കുക." ഗ്രാമത്തിലെ മറ്റു കുട്ടികളും അവരോടൊപ്പം ചേർന്നു. താമസിയാതെ അതിരുവൃദ്ധർക്കും സഹായിക്കാനെത്തി. വൈകുന്നേരം ആയപ്പോഴേക്കും അസ്തമിക്കുന്ന സൂര്യന് കീഴിൽ കുളം വീണ്ടും തിളങ്ങി. ഫിന്നി സന്തോഷത്തോടെ ഉപരിതലത്തിലേക്ക് നീന്തി വന്നു. "നിങ്ങൾക്കത് സാധിച്ചു," അവൻ പറഞ്ഞു. അവന്റെ സ്വർണ്ണ ചെതുമ്പലുകൾ ഒരിക്കൽ കൂടി തിളങ്ങി. "വെള്ളം ശുദ്ധവും ജീവനുള്ളതുമായി തോന്നുന്നു." മിയ പുഞ്ചിരിച്ചു. "ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരനെ സഹായിക്കാൻ മാത്രമാണ് ആഗ്രഹം." ഫിന്നി നന്ദിയോടെ അവരെ നോക്കി. "നിങ്ങൾക്ക് ശുദ്ധ മനസ്സാണ്. നന്ദി സൂചകമായി ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം." അവൻ വാലുകൊണ്ട് വെള്ളം തളിച്ചു. പെട്ടെന്ന് 4 തിളങ്ങുന്ന മുത്തുകൾ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് ഒഴുകി വന്നു. "ഈ മുത്തുകൾ നിങ്ങളെ പ്രകൃതിയെ സംരക്ഷിക്കാൻ എപ്പോഴും ഓർമ്മിപ്പിക്കും. നിങ്ങൾ ഭൂമിയെ പരിപാലിക്കുന്നിടത്തോളം കാലം കുളം ആരോഗ്യത്തോടെ ഇരിക്കും. ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാകും." കുട്ടികൾ അവനോട് നന്ദി പറഞ്ഞു. എന്നേക്കും കുളത്തെ പരിപാലിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം നിലനിൽക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ കുളം ഒരിക്കലും വൃത്തികേടായില്ല. കുട്ടികൾ സംസാരിക്കുന്ന മീനിൻ്റെയും മാന്ത്രിക മുത്തുകളുടെയും കഥ എല്ലാവരോടും പറഞ്ഞു. ഗ്രാമത്തിലെ ഓരോ പുതിയ തലമുറ കുട്ടികളും വെള്ളത്തെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പഠിച്ചു. ഒരു ശാന്തമായ വൈകുന്നേരം നിങ്ങൾ ആ കുളം സന്ദർശിക്കുകയാണെങ്കിൽ ഉപരിതലത്തിനടിയിൽ ഒരു സ്വർണ്ണത്തിൻ്റെ തിളക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫിന്നി, ആ നല്ല മീൻ, അവൻ്റെ വാഗ്ദാനം പാലിക്കുന്നു. സാരോപദേശം. നമ്മൾ പ്രകൃതിയെ പരിപാലിക്കുമ്പോൾ അത് നമ്മളെയും പരിപാലിക്കുന്നു. ദയ ഓരോ ലോകത്തെയും, അതായത് വെള്ളത്തിനടിയിലെ ലോകത്തെയും പോലെ കൂടുതൽ നല്ലൊരിടമാക്കുന്നു.